അസ്സലാമു അലൈക്കും. ഞാൻ എൻ്റെ സഹോദരി ജാമിദ ടീച്ചറിനോടാണ് എനിക്ക് ഇത്തിരി സംസാരിക്കാനുണ്ട്. എൻ്റെ സഹോദരിയുടെ ഒരുപാട് വീഡിയോ ഞാൻ കാണാറുണ്ട്. പക്ഷേ ഞാനതിനൊന്നും മറുപടി പറയാനോ അല്ലെങ്കിൽ സംവാദത്തിന് നിൽക്കാനൊന്നും ഞാൻ തയ്യാറൊന്നുമില്ല. ഇപ്പം ഈ ഒരു വീഡിയോ എൻ്റെ സഹോദരിക്ക് വേണ്ടി ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, സഹോദരിയോട് ഒരു സഹോദരൻ എന്നുള്ള നിലക്ക്, ഒരു ഇസ്ലാം മത വിശ്വാസി എന്നുള്ള നിലക്ക് അത് ജാമിദക്കും അറിയാലോ. എന്തെങ്കിലും തെറ്റിദ്ധാരണകളോ മറ്റോ കണ്ടാൽ അത് ഉപദേശിക്കുക, അല്ലെങ്കിൽ അപ്പുറം അത് പറയുക, പരിഹരിക്കുക എന്നുള്ളത്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ കണ്ട് എല്ലാം പറയുന്നത് തെറ്റ് എന്ന് പറയാനല്ല. ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ, ഒരുപാട് വീഡിയോ ഞാൻ എൻ്റെ സഹോദരൻ്റെ കാണാറുണ്ട്. പക്ഷേ ആ വീഡിയോക്കൊക്കെ ഞാനൊന്നും മറുപടി പറയാൻ നിൽക്കാറില്ല. പക്ഷേ ഇപ്പോഴെന്ന് വെച്ചാൽ, ഹജ്ജുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വീഡിയോ എൻ്റെ സഹോദരി ഇറക്കി ഞാൻ കണ്ടപ്പോൾ അതിലെനിക്ക് ഒരുപാട് മനസ്സിന് വിഷമമുണ്ടായി. കാരണം എന്ന് വെച്ചാൽ, എൻ്റെ സഹോദരി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാറ്, ഒരു വിശ്വാസം എന്ന് പറയുന്നത് അത് ആരെങ്കിലും നമ്മൾ അഭിപ്രായം പറഞ്ഞുകൊണ്ട് അതിനെ പരിഹസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും അനാവശ്യം നമ്മൾ എകഴ്ത്തി താഴ്ത്തിക്കൊണ്ട് അതിനെ പരിഹാസ രൂപത്തിൽ അവതരിപ്പിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും അതിനെ എതിർക്കുന്നത് കൊണ്ടൊന്നും ഒരു മതം തകരാറില്ല. കാരണം എന്നേക്കാൾ കൂടുതൽ ജാമ്യം അടിച്ചത് മനസ്സിലാക്കുമെന്നാണ് എനിക്ക് വിശ്വാസം. കാരണം എന്താ വെച്ചാൽ, ഒരു മതവിശ്വാസം എന്ന് പറയുന്നത് വിശ്വാസിക്ക് അതിനെപ്പറ്റി അറിഞ്ഞുള്ളൂ. അപ്പോൾ ആ മതവിശ്വാസം നിലനിൽക്കുന്നത് വെച്ചെങ്കിൽ അത് ഏത് വിശ്വാസമായാലും അത് ഹിന്ദുവിൻ്റെയോ മുസ്ലിമിൻ്റെയോ ക്രിസ്ത്യാനിൻ്റെയോ എന്നല്ല. ഈ അറിയപ്പെടുന്ന മതങ്ങളല്ലാത്ത രൂപത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് വിശ്വാസികളും ഈ ലോകത്തുണ്ട്. അവരൊക്കെ വിശ്വാസം നിലനിൽക്കുന്നത് എല്ലാം പടച്ചവൻ പറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ പ്രവാചകൻ പറഞ്ഞതോ അല്ലെങ്കിൽ എല്ലാം മറ്റേ മതവിശ്വാസികളായാലും അവരെ മതത്തിൽ പറഞ്ഞത് കൊണ്ടൊന്നല്ല ചില കാര്യങ്ങൾ സംഭവിക്കാറ്. ചിലതൊക്കെ നമുക്ക് മതവിശ്വാസത്തിന് അതീതമായിക്കൊണ്ട് അതിൽ ഉൾപ്പെടാത്ത പല കാര്യങ്ങളും അനാചാരങ്ങളും നമ്മൾ കാണാൻ പറ്റും, എല്ലാ മതങ്ങളും. പക്ഷെ ആ മതം നിലനിൽക്കുന്നത് ആ മതത്തിൻ്റെ വിശ്വാസവും അതിനെ അനുകൂലിക്കുന്ന അനുയായികൾ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഏതൊരു വിശ്വാസവും നിലനിൽക്കും. അപ്പോൾ നമ്മൾ ആരെങ്കിലും അതിനെ പരിഹരിച്ചുകൊണ്ടൊന്നും ആ മതം തകരാനൊന്നും പോകുന്നില്ല. അത് ഈ ഇസ്ലാം മതമല്ല ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചെങ്കിൽ, ഇസ്ലാം മതത്തിൽ നിന്ന് വിശ്വസിക്കുന്ന എൻ്റെ സഹോദരി ഇസ്ലാമിനെ ഇത്രത്തോളം അവഹേളിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുന്നില്ല. ഒന്നത്. മറ്റൊന്ന് വെച്ചെങ്കിൽ, ഇന്നിപ്പോൾ ഒരുപാട് വിശ്വാസങ്ങൾ ലോകത്തുണ്ട്. ഇസ്ലാം മതത്തിൽ പല രൂപത്തിൽ അനാചാരങ്ങളും ഇല്ല എന്നല്ല പറയുന്നുള്ളത്. പക്ഷേ ഇസ്ലാം മതം വിശ്വാസം എന്ന് പറഞ്ഞാൽ ആ വിശ്വാസം അതിൻ്റെ വലിയൊരു അടിത്തറയോടുകൂടിയുള്ളതാണ്. അതിപ്പോൾ ആരെങ്കിലും ഒരാൾ ഒരു അനാചാരം ചെയ്തുകൊണ്ടോ ഒരു അനീതി ചെയ്തതുകൊണ്ടോ ആ മതം തകരുമെന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റുമോ? ഇപ്പോൾ ഇസ്ലാമിലല്ലാത്ത തന്നെ എൻ്റെ സഹോദരിക്ക് ഞാൻ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണത്തിന് പറയുന്നത്, അവരുടെ മതത്തിൻ്റെ വിശ്വാസത്തിൽ നമ്മൾ ഇടപെടാൻ തയ്യാറില്ല. നമ്മൾ ഇതുണ്ടല്ലോ കൊടുങ്ങല്ലൂർ ഭരണിപ്പാട്ട്, ആ ഭരണിപ്പാട്ട് പോലത്തെ ഒരു പാട്ട് ലോകത്തിൽ ഏതെങ്കിലും ഒരു മതവിശ്വാസത്തിൽ എൻ്റെ സഹോദരി കേട്ടിട്ടുണ്ടോ? ആ ഭരണിപ്പാട്ടിൽ പറയുന്നത് എൻ്റെ സഹോദരിൻ്റെ അവയവം പോലും, അതായത് ഈ ജാമിദ എന്ന് പറയുന്ന എൻ്റെ സഹോദരി ഉണ്ടല്ല, അവളെ ഗുഹ്യസ്ഥാനത്തെ പോലും അപമാനിച്ചുകൊണ്ടാണ് അവിടെ പാട്ട് പാടുന്നുള്ളത്. ഞാൻ പറയാൻ കാരണം വെച്ചാൽ അവരെ മതത്തിന് നമ്മൾ എതിർക്കുന്നതല്ല. അപ്പം ആ പറയുന്നത് എന്തുകൊണ്ട് നിലനിൽക്കുന്നത് ആ വിശ്വാസവും ആ ആചാരങ്ങളും അത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾ ഇവിടെ കൂടുന്നത് എനിക്ക് അല്ലെങ്കിൽ ജാമിദ ടീച്ചർക്ക് അനുകൂലിക്കാൻ പറ്റുമോ? അവിടെ ആ പാടുന്ന പാട്ട്, ഈ തെറിപ്പാട്ട് നമുക്ക് അനുകൂലിക്കാൻ പറ്റുമോ? അപ്പോൾ ഇത് ഖുർആനിലോ പ്രവാചകൻ കാണിച്ചു തന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും സഹാബത്ത് കാണിച്ചു തന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ലോകത്തിൽ പരന്നു കിടക്കുന്നൊരു വിശ്വാസത്തിൻ്റെ ഭാഗമോ ഒന്നുമല്ല. യഥാർത്ഥത്തിൽ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകൾ തന്നെ അതിനെ എതിർക്കുന്നുണ്ട്. കാരണം അത്രയും നമ്മൾക്ക് കേൾക്കാൻ അർപ്പുള്ള പാട്ടാണ്. ഞാനിപ്പോൾ അത് ഇതിൽ ഞാൻ ആ വീഡിയോ ഇതിൽ ഉൾപ്പെടുത്താൻ വിചാരിച്ചത്, ഏതായാലും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. അപ്പം ഇതിപ്പം ഒരു മതത്തിൻ്റെ കുറവെന്ന് നമുക്കറിയാൻ പറ്റുമോ? അല്ലെങ്കിൽ പ്രവാചകൻ കാണിച്ചു കൊടുത്ത മാതൃക എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ പ്രവാചകൻ കാണിച്ച മാതൃകയിൽ എവിടെയെങ്കിലും ഈ ജാമിദ ടീച്ചർ എൻ്റെ സഹോദരി എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പം എന്തുകൊണ്ട് അങ്ങനെ ഒരു തെറിപ്പാട്ട് പാടുന്ന മതങ്ങളും നിലനിൽക്കുന്നത് മനസ്സിലാക്കാനാണ് വേണ്ടി ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് ആ തെറിപ്പാട്ട് പാടുന്ന ആ ഒരു വിശ്വാസം നിലനിൽക്കുന്നത്? അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വടക്കേ ഇന്ത്യയിൽ നോക്കിയാൽ യോനി പൂജ, അതായത് സ്ത്രീകളുടെ ഗുഹ്യസ്ഥാനത്തിന് പൂജിക്കുന്നൊരു ആചാരങ്ങളുള്ള സ്ഥലമുണ്ട്. അതിപ്പോൾ ഇസ്ലാമിൽ പറഞ്ഞതാണോ? അല്ല പ്രവാചകൻ കാണിച്ചതാണോ? അല്ലെങ്കിൽ അതിനെ അപമാനിക്കുന്ന എത്ര ഒരുപാട് ആളുകളില്ലേ, പരിഹസിക്കുന്ന ആളുകൾ. എന്നിട്ട് എന്തുകൊണ്ടത് നിലനിൽക്കുന്നത്?
അതിനെ അനുകൂലിക്കുന്ന അനുയായികൾ അതിനുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ചെയ്യുന്നത് എന്തോ അത് അവർ വിശ്വാസമായി ബന്ധപ്പെട്ട കാര്യം. അതുപോലെ നഗ്നനായിട്ട് നടക്കുന്ന സന്യാസന്മാരുണ്ട്. വെറും ഒരു നൂലുബന്ധം പോലും ഇല്ലാതെ കണ്ട് നഗ്നരായിട്ട് ബാക്ക് സൗണ്ട് ഇത് ഫുള്ള് കാണുന്നു, എതിരിൽ മാത്രം ഒരു കോണക്കം എന്ന് പറയും, അത് മാത്രം കേട്ടില്ല, അത്രയും നഗ്നനായിട്ട്. ഇത് പ്രവാചകനോ അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ക്രിസ്ത്യാനികളോ ആരെങ്കിലും പഠിപ്പിച്ച് നമുക്ക് പറയാൻ പറ്റുമോ? ഇത് ആ വിശ്വാസത്തെ നിലനിർത്തുന്ന എത്രയോ കോടിക്കണക്കിന് ജനങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഇത് പ്രവാചകൻ പഠിപ്പിച്ചോന്നല്ലല്ലോ. അതിനാരെങ്കിലും അപമാനിച്ചാൽ ആ വിശ്വാസം തകരുമോ? ഇല്ല. ഇത് ഞാൻ പറയുന്നത് കാരണം ഇത് ഒരു ഉദാഹരണമാണ്. അപ്പോൾ അങ്ങനെ ഒരു അനുയായികൾ ഉണ്ടാകുന്ന ഒരു സമുദായത്തിന് നമ്മൾക്ക് അഭിപ്രായം പറഞ്ഞുകൊണ്ട് തകർക്കാൻ പറ്റുമെന്ന് നമ്മൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ എൻ്റെ സഹോദരി? പറ്റൂല. അപ്പോൾ ആരെങ്കിലും അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെ വിശ്വാസത്തിൽപ്പെട്ട ആചാരങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് ഒരാളെന്തെങ്കിലും അനാചാരം ചെയ്തു, അത് ആ സമുദായത്തിന് മൊത്തം നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ട് ആ സമുദായത്തിന് നമുക്ക് തകർത്താൻ പറ്റുമോ? തകരൂല. അപ്പം ഞാൻ ഈ പറയാനുള്ള കാരണം വെച്ചാൽ നബൂർ ശർമ്മ എന്ന് പറയുന്ന ഒരു സഹോദരിയോട് സംവാദത്തിനൊരു മുസ്ലിം സ്ത്രീ ചാനലിൽ വന്നു. എന്നിട്ട് കറുത്ത കല്ല് അജർ റസൂലുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് അതിന് പരിഹാസ രൂപത്തിൽ മറുപടി ഏറ്റുവാങ്ങിയിട്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പരിസരമാണ് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ അജർ റസൂൽ എന്ന് പറയുന്ന ആ കല്ല്, അതുമായിട്ടുള്ള വിശ്വാസം, ആ കയബുമായിട്ടുള്ള വിശ്വാസം, ഹജ്ജുമായിട്ടുള്ള വിശ്വാസം, എൻ്റെ സഹോദരിക്കും കൂടെ അത് ബാധകമല്ലേ സഹോദരി? അപ്പോൾ അതിനെ ഒരു മുസ്ലിം തന്നെ എന്ന് പറയുന്ന ജാമിദ എന്നുള്ള പേരുള്ള ഒരു മുസ്ലിമിൽ വിശ്വസിക്കുന്ന നീ അതിനെ പരിഹസിക്കുന്നത് വലിയ തെറ്റല്ലേ സഹോദരി? അങ്ങനെയാണെങ്കിൽ അപ്പോൾ അതിൽ പറയുന്നത് ഞാൻ ആരെങ്കിലും തെറ്റ് കണ്ടാൽ അതിനെ പറഞ്ഞാൽ അത് ഇസ്ലാം മതത്തിനെ പറ്റി മാത്രം പറയാൻ പാടില്ല, പറഞ്ഞാൽ അത് വലിയൊരു തെറ്റായിട്ട് മാറും, മുസ്ലിങ്ങൾക്ക് എന്തും ചെയ്യുക എന്ന് സഹോദരി അതിൽ പറയുന്നുണ്ട്. എന്ന് ഞാൻ ചോദിക്കട്ടെ, എവിടെയാണ് സഹോദരി ആരെങ്കിലും ഒറ്റപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് നിർജിച്ച് അതെങ്ങനെയാണ് മുസ്ലിം സമുദായത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രവാചകൻ്റെയോ വിശ്വാസത്തിൽ ബന്ധപ്പെടുന്നത്? എൻ്റെ സഹോദരി അതിന് മറുപടി പറയണം. എന്നല്ല നിങ്ങൾ ഈ സഹോദരി പറയുന്നുണ്ട്, അത് ജാമിദ സഹോദരി പറയുന്നുണ്ട് അതേ വീഡിയോയിൽ, ഞാൻ കാണുന്നതിനെ എതിർക്കുന്നതെന്ന് പറയുന്നുണ്ടല്ലോ. എന്നാൽ ഈ ഞാൻ മുന്നേ പറഞ്ഞ ഈ തെരുപ്പാട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഈ യോനി പൂജയുണ്ടല്ലോ, അല്ലെങ്കിൽ നഗ്നതയായിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ, അവരെ വിശ്വാസം അത് നമ്മളതിനെ എതിർക്കാൻ തീർന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എതിർക്കുന്നില്ല അതിന് നമ്മൾ പറയുന്നത്. എന്നാൽ അങ്ങനെ ഒരു കണ്ടത് തെറ്റിനെ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ യോജിക്കാൻ പറ്റാത്തതിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ സഹോദരി ഇതിനെപ്പറ്റി ഒന്നും ഒരു വാക്ക് പറയുന്നില്ല? ഈ തെറിപ്പാട്ട് പാടുന്ന ഒരു തെറിപ്പാട്ടിനെ പറ്റിയിട്ട് ഏതെങ്കിലും ഒരു കമ എന്നൊരു വാക്ക് എൻ്റെ സഹോദരി പറഞ്ഞ ഇതുവരെ കേട്ടില്ലല്ലോ. എങ്ങനെ അതല്ലെങ്കിൽ അനവധി ക്രിസ്ത്യാനികളുടെ പല അനാചാരങ്ങളും ഇപ്പോൾ അടുത്ത് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഒരു വാക്കും കൂടെ എൻ്റെ സഹോദരിയെ പറ്റി പറയുന്നില്ല? അപ്പോൾ അതല്ല എനിക്ക് ഞാൻ ഇത് പറയാനുള്ള കാരണം വെച്ചെങ്കിൽ എൻ്റെ സഹോദരി മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. എൻ്റെ സഹോദരനെ ആരോ വിലക്കെടുത്തു എന്ന് എനിക്ക് ഞാൻ സംശയിക്കുന്നു. എൻ്റെ ബലമായ സംശയം ഒന്നത്. അത് മാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ ആരെങ്കിലും ഒരാൾ ചെയ്യുന്ന തെറ്റെങ്ങനെയാണ് ഇസ്ലാം അനുസരിച്ച് ബന്ധപ്പെടുന്നുള്ളത്? അങ്ങനെയാണെങ്കിൽ എൻ്റെ സഹോദരിയായ ഈ ജാമിദാൻ തന്നെ എനിക്ക് പറയാനുണ്ട്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്ക്. ഈ തലക്ക് തട്ടുവിടാതെ കണ്ടാണ് ഈ വീഡിയോയിൽ ഇപ്പോൾ പുറത്തു വരുന്നുള്ളത്. ഇസ്ലാം അനുവദിച്ചാണോ അത് എന്ന് പറഞ്ഞിട്ട് അത് പ്രവാചകൻ ചെയ്തതെന്നോ അല്ലെ പ്രവാചകൻ്റെ കുറ്റമെന്ന് പറയാൻ പറ്റുമോ? അത് ജാമിദ ചെയ്യുന്ന കുറ്റമെന്നല്ലേ നമുക്ക് പറയാൻ പറ്റൂ? ജാമിദ ഇമാം നിന്ന് ചെയ്ത് നമസ്കരിച്ച് ഹിന്ദുക്കളിൽ നിർത്തിക്കൂട്ടിയിട്ട് ഇസ്ലാമിൽ ഒരു അന്യപുരുഷൻ്റെ അടുത്ത് ഇന്നെ രൂപത്തിന് മാത്രമേ പാടുള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ് നിങ്ങളും ഈ ജാമിദ എന്ന് പറയുന്ന എൻ്റെ സഹോദരിയും നമ്മളൊക്കെ. ഒരു അന്യപുരുഷനെ ബാക്കിൽ നിർത്തിയിട്ട് ഒരു മുസ്ലിം സ്ത്രീക്ക് ഇമാമായിട്ട് നിസ്കരിക്കാൻ പറ്റുമോ? പ്രവാചകൻ അവിടെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളത് ചെയ്തുകൊണ്ട് ഈ ഇസ്ലാമിൻ്റെ തകർച്ചയാണ് എന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ജാമിദ എൻ്റെ സഹോദരി നീ നിന്നിട്ടങ്ങനെ നമസ്കാരത്തിന് ഇമാമത്ത് നമസ്കരിച്ചത് കൊണ്ട് ഇവിടുത്തെ നമസ്കാരം ആരെങ്കിലും ഇതുവരെ ഫസാദായിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ ജാമിദ കാണിച്ച ആ മാതൃക ലോകത്തിപ്പം എവിടെയെങ്കിലും ഒരു മുസ്ലിം സ്ത്രീകൾ പുരുഷന്മാർക്ക് ഇമാം മുന്നിട്ട് നിസ്കരിക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ടോ? ഞാൻ അതാണ് പറഞ്ഞത്. ഒരാളെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുന്ന അതിൻ്റെ അനുയായികളാണ് ആ മതത്തിനെ നിലനിർത്തുന്നത്. അപ്പോൾ ജാമിദനെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ സഹോദരനെ സംബന്ധിച്ചിടത്തോളം മതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ശരിയായ ഭാഗങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നിപ്പോൾ ജാമിദ ടീച്ചർ സഹോദരി പറഞ്ഞതുകൊണ്ട് ഈ സമുദായത്തിന് ഒരുപാട് നാളുകളായി നിങ്ങളെ വീഡിയോ ഞാൻ കാണുന്നു, എൻ്റെ സഹോദരൻ്റെ വീഡിയോ ഞാൻ കാണുന്നു. ഈ സമുദായത്തിന് എന്തെങ്കിലും തകർച്ച വന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ടോ? അത് മാത്രമല്ല, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ എതിർക്കുന്നത് മുസ്ലിങ്ങൾക്കാണ് ശത്രുക്കളുള്ളത്. മുസ്ലിങ്ങളെടുക്കലും നശിക്കുന്നതായിട്ട് കാണുന്നുണ്ടോ? ഇല്ല തന്നെ. അപ്പോൾ അത് ഞാൻ പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ വിശ്വാസം, അതിൻ്റെ അനുയായികൾ അവരാണ് അതിനെ നിലനിർത്തുന്നതും. പക്ഷേ ജാമിദ എൻ്റെ സഹോദരി മുസ്ലിമിൻ്റെ പേരും വെച്ചുകൊണ്ട് ഈ പ്രവർത്തിക്കുന്നത് ഒന്നെങ്കിലോ അറിവില്ലായ്മ കൊണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതല്ലെങ്കിൽ ആരോ
എൻ്റെ സഹോദരനെ വെച്ച് കരുവാക്കി കളിക്കുകയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ജാമ്യ സഹോദരിയോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളോട് ഞാൻ സംവാദത്തിനൊന്നുമില്ല. ഒരു സമുദായത്തിനെ ആക്ഷേപിക്കുക എന്നുള്ളത് അത് വലിയ ക്രൂരമായ ഒരു പാപമാണ്. ആര് വിശ്വസിക്കുന്നോ അവർ വിശ്വസിച്ചോട്ടെ. ഖുർആൻ തന്നെ പറഞ്ഞല്ലോ, ലക്കും ദീനുക്കും വഴി, എനിക്ക് നിൻ്റെ വഴി, എനക്കെൻ്റെ വഴി ഇത്. അതുമാതിരി എനിക്ക് ജാമ്യതാക്ക് ഇഷ്ടമില്ല. ആ മതത്തിൽ വിശ്വാസം ഇല്ലെങ്കിലും അതിനെ ആക്ഷേപിക്കാൻ അവകാശമില്ല. ആ മതത്തിൽ നിന്ന് എനിക്ക് പുറത്തു പോകാൻ അവകാശമുണ്ട്. ഏതൊരു മതത്തെയും അടച്ചാക്ഷേപിക്കാൻ അവകാശമില്ല. അതുപോലെ തന്നെ ഏതൊരു മതത്തിൽപ്പെട്ട ഒരാളും ആ മതത്തിൻ്റെ വിശ്വാസത്തിന് വിഭിന്നമായിട്ട് ഒരാൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് ആ മതത്തിൻ്റെ തകർച്ചയല്ലാതെ, ആ മതത്തിൻ്റെ തലപ്പത്തിൻ്റെ അല്ലെങ്കിൽ വിശ്വാസമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ നമുക്ക് പാടില്ല. മനുഷ്യൻ പല രൂപത്തിലാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ജാമ്യ ധരിച്ചത് തന്നെ ഇസ്ലാമിന് വിരുദ്ധമായിട്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഇസ്ലാമിൻ്റെ പ്രവാചകം കാണിച്ചു എന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഇസ്ലാം ഇവിടെ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? വേണ്ടാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ താർന്നു പോകുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല തന്നെ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ സഹോദരിയോട് ദയവ് ചെയ്ത് ഇസ്ലാം മതത്തിൽ വിശ്വസിച്ച് ജീവിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിക്കുക, അതല്ലെങ്കിൽ വിമർശിക്കാണ്ടിരിക്കുക. അതിനെ നിയന്ത്രിക്കാൻ, കൺട്രോളിങ് ചെയ്യാൻ ഈ ജാമ്യത എന്ന് പറയുന്ന എൻ്റെ സഹോദരിക്ക് ഇവിടെ ആരും ഏൽപ്പിച്ചിട്ടില്ല. അതിന് വേണ്ടുന്ന ആണുങ്ങളായ ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അവരെന്നെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ പണ്ഡിത നേതൃത്വങ്ങളുണ്ട്, അവരെന്നെ നിയന്ത്രിക്കും. സ്ത്രീകളിലേക്ക് തൽക്കാലത്തേക്ക് ഇസ്ലാമിൻ്റെ വിധി പറയാനോ ഇസ്ലാമിൻ്റെ കാര്യങ്ങളെ ചർച്ച ചെയ്യാനോ അതിനെ വിമർശിക്കാനോ എതിർക്കാനോ സ്ത്രീകളിപ്പോൾ തൽക്കാലത്തേക്ക് ആരും ഏൽപ്പിച്ചിരുന്നില്ല. അത് ഏൽപ്പിക്കണമെങ്കിൽ പുരുഷന്മാർ നഷ്ടപ്പെടുന്ന കാലഘട്ടം വരണം. അന്ന് ഇസ്ലാമിൻ്റെ വിധികൾ, കൽപ്പനകൾ എങ്ങനെ നടപ്പിൽ വരണം എന്നുള്ളത് തീരുമാനിക്കാൻ സ്ത്രീകളെ ഏൽപ്പിക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ നിലവിൽ അതിന് വേണ്ട പാണ്ഡിത്യവും പട്ടുള്ള ആളുകളും പണ്ഡിതന്മാർക്ക് ഇവിടെയുണ്ട്. പിന്നെ ആരെങ്കിലും ചെയ്യുന്ന അനാചാരങ്ങളൊന്നും ഏതൊരു മതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും എതിരല്ല. അല്ലെങ്കിൽ ആരെങ്കിലും എതിർത്തത് കൊണ്ട് ആ മതം തകരുകയുമില്ല. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് നിഷ്പക്ഷമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട, എൻ്റെ സഹോദരി എനിക്ക് വളരെ മാന്യതയോട് പറയാനുള്ളത്, എല്ലാ മതങ്ങളും വിമർശിക്കണം. നീ കമ എന്നൊരു വാക്ക് പറയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റുള്ള സമുദായത്തെപ്പറ്റി എന്തുകൊണ്ട് ഇത് പറയുന്നില്ല? വഴിയിൽ എനിക്ക് ഇറങ്ങി നടക്കാൻ പറ്റില്ല, ഉറപ്പ് തന്നെയാണ്. അവർ ദയവായിട്ട് ഇവിടെ വെച്ച് നിർത്തണമെന്നാണ് എനിക്ക് എൻ്റെ സഹോദരിയോട് പറയാനുള്ളത്. എനിക്ക് ഇതിനോട് വേറെ വിദ്വേഷമൊന്നുമില്ല. പിന്നെ ഇതെന്താ വെച്ചെങ്കിൽ ഒരു സത്യാവസ്ഥ എന്നുള്ള വെളിപ്പെടുത്തൽ ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് ഒരു സഹോദരനോട് നീ ജാമ്യത എന്ന് പറഞ്ഞിട്ട് ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്നത് പറയുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തള്ളിക്കളിയുക. ദയവ് ചെയ്ത് നിനക്ക് മുസ്ലിമായി ജീവിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ജീവിച്ചാൽ മതി. അല്ലെങ്കിൽ നിനക്ക് ഇസ്ലാം മതത്തിന് പുറത്തു പോയി നിൻ്റെ സൗകര്യത്തിൽ ജീവിക്കാം. ഇവിടെ ആരും തടസ്സമല്ല. നിനക്ക് കോടിക്കണക്കിനുള്ള മുസ്ലിങ്ങളെ അപമാനിക്കാനുള്ള അവകാശങ്ങളൊന്നും ആരും എനിക്ക് ഏൽപ്പിച്ചിട്ടില്ല. നീ ചെയ്യുന്നത് മഹാ അനീതിയാണ്, അക്രമമാണ്, അധർമ്മമാണ്. വിശ്വാസികളായ ആളുകളുടെ ശാപം വാങ്ങിയിട്ട് മരിക്കാതെ നല്ല രൂപത്തിൽ മരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ നന്മ. അത് നിനക്ക് പറച്ചൻ അതിനുള്ള ഹൈറി അള്ളാഹു ചെയ്തിട്ട് മനസ്സിലാക്കാനുള്ള മനസ്സ് നിനക്ക് തരട്ടെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട്, ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും നിന്നെ ആക്ഷേപിക്കാൻ പറഞ്ഞതല്ല. നിഷ്പക്ഷമായിട്ട് നീ പറയുകയാണെങ്കിൽ എല്ലാ മതങ്ങളെപ്പറ്റി സംസാരിക്കണം. പക്ഷേ നീ ചെയ്യുന്നത് അതല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ ഈ 2 വാക്ക് പറഞ്ഞത്. തെറ്റുകുറ്റങ്ങളൊന്നും ക്ഷമിക്കണം എന്നോട്. അടുത്ത വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും, മുസ്ലിം സഹോദരന്മാർക്ക് അസ്സലാമു അലൈക്കും. ബാക്കി കാണുന്ന എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ നാട് നന്നാക്കട്ട്. നിനക്ക് അല്ലാഹു തആല ഹിദായത്ത് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.